ഇതിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള അൽ ജുംല അൽ മുഫീദ എന്ന പാഠത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ് ആരംഭിക്കാമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണ് അൽ ജുംല അൽ മുഫീദ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. നിങ്ങൾക്കറിയാം അൽ ജുംല എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ജുംല എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് ആണ് അല്ലേ? അൽ മുഫീദ എന്ന് പറഞ്ഞാൽ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെന്റൻസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ഒരു സെൻറ്റൻസ് ഉപകാരപ്പെടുന്ന സെൻറ്റൻസ് ആയി തീരണമെങ്കിൽ അതിൻ്റെ ആശയം എന്താണ്, അല്ലെങ്കിൽ ആ സെൻറ്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു സെൻറ്റൻസിന് ഒരു ജുംല മുഫീദ, ഒരു ഉപകാരപ്രദമായിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് തന്നെയാണ് ജുംല മുഫീദ എന്ന് പറയുന്നത്. അതായത് ഒരു പൂർണ്ണമായിട്ടുള്ള ആശയം കിട്ടുന്ന ഒരു സെൻറ്റൻസിനെയാണ് നമ്മൾ ജുംല മുഫീദ എന്ന് പറയുന്നത്. ഒരു സെൻറ്റൻസിൻ്റെ ആശയം ഒരു സെൻറ്റൻസ് നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയം നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ആ സെൻറ്റൻസിനെ നമുക്ക്